ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അച്ചാറാണ് കാണിക്കാൻ പോണതും മാങ്ങയുടെന്. ഇതിനെ ഉലുവ മാങ്ങ എന്ന് പറയുക. ഉലുവയാണ് കൂടുതലിടുന്നതിൽ. അത് ഇത് 1.5 കിലോ മാങ്ങയാണ്. ഞാനത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരേ കഷ്ണം ഓരോരുത്തർക്ക് കൊടുക്കാമെന്നുള്ളതിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെറിയ മാങ്ങ ഫുള്ളായിട്ട് ഇടാം. ചെറിയ മാങ്ങ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കടുമാങ്ങ പോലത്തെ ചെറിയ മാങ്ങയല്ല, ചെറിയ തരം മാങ്ങകൾ ഉണ്ടാവില്ല, അത് മൂത്തത്, കുറച്ച് മൂപ്പായത് വേണം അതിലേക്ക്, ഏറ്റവും ചള്ള് പറ്റില്ല. അപ്പോൾ അത് ഇത് വലിയ മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായി തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് വേണ്ടത്. പിന്നെ മുളക് പൊടി, ഉലുവ, ഇത്രയും ഐറ്റമേ വേണ്ടൂ. അപ്പോൾ നമുക്കത് മിക്സ് ആക്കാം. ആദ്യം ഇതൊരു 150 ഗ്രാം ഉണ്ട് മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി മിർച്ചും സാദാ മിർച്ചും കൂടെ പൊടിച്ചു വെച്ചതാണ്, രണ്ടും കൂടെ മിക്സിന്. അപ്പോൾ അതുകൊണ്ട് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല എരിവ് കൂടിയതിനെങ്കിൽ 125 ഗ്രാം എടുത്താലും മതി. ഉപ്പ് ഒരു 100 ഗ്രാം ഉണ്ട്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് ഓയിലൊന്നും ഇടാണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വറുത്തതാണ്, കരിഞ്ഞ് പോവരുത്. അത് പൊടിച്ചെടുത്തതിനത്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഉലുവേരെ ആ ഒരു കുത്തൊന്നും ഉണ്ടാവില്ല, നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇത്. പിന്നെ അച്ചാറല്ലേ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പിന്നെയായാലും അത് ഇടാം. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ടൈറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചാലും മതി. നല്ല ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ അങ്ങനെ, പക്ഷെ നന്നായി ടൈറ്റാക്കി അടച്ചു വെക്കണം. ഇതിലിടാം. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഇടുക. ഇത് ചെറിയ മാങ്ങനെങ്കിൽ ഇങ്ങനെ 2 സൈഡ് മാത്രം പൊളിച്ചിട്ടിടും. പക്ഷെ അത് വലിയ മാങ്ങയൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല, ബോട്ടിലിട്ട് വെക്കേണ്ടതല്ലേ. ഇത് 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. ഞാൻ എള്ളെണ്ണയും ഒഴിക്കണം. സാധാരണ ഇതിൽ എള്ളെണ്ണയും ഒഴിക്കുക. ഇത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചതാണ്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനത് ഒഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ബോട്ടിലോ ജാറിലോ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ മേലെ എണ്ണ നിർത്തേണ്ട വരും, അല്ലെങ്കിൽ പിന്നെ അത് കേടാവും. ഇങ്ങനെ മിക്സാക്കിയിട്ട് ജാറിലിട്ട് വയ്ക്കാം. അത് നാളെയിലിട്ട് വെച്ചാൽ മതി, പക്ഷെ നന്നായി ടൈറ്റാക്കി അടച്ചു വയ്ക്കണം. ഈ ബോട്ടിലിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഈ ഉപ്പൊക്കെ കല്ലുപ്പെല്ലാം ഇട്ടിട്ടുള്ളത്, അതൊക്കെ ഉരുകിയിട്ട് ഈ എണ്ണ മാത്രം മേലെ തെളിഞ്ഞു വരുന്നത്. ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ബോട്ടിലിൽ നമുക്ക് നാളെ ഒന്നും കൂടി ഇളക്കിയിട്ട് ബോട്ടിലിട്ട് സീൽ ചെയ്ത് വയ്ക്കാം. നമുക്ക് അച്ചാറിന് ബോട്ടിലേക്ക് ആക്കാം. അപ്പോൾ ഞാനത് ഇന്നലെ ഇട്ട് വെച്ചതാണ്. നമുക്കൊന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ കണ്ട മേലേക്ക് വന്നിറങ്ങി, ഇളക്കി നോക്കാം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചിടാം ആവശ്യമുണ്ടെങ്കിൽ. അത് മാങ്ങയുടെ പുളിക്കനുസരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും പോരായ്ക വരും. നല്ല പുളിയുള്ള മാങ്ങനെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പ് വേണ്ടി വരും. പുളി കുറഞ്ഞതെങ്കിൽ ഞാൻ പറഞ്ഞ അത്ര അളവിനിട്ടാൽ മതി.
ഇതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൽ കായം ഇഷ്ടമുള്ളവർക്ക് ഇടാം, പക്ഷെ സാധാരണ ഇതിൽ ഇടാറില്ല. ഉലുവ മാങ്ങ എന്നല്ല പറയാം. അപ്പോൾ അതുകൊണ്ട് ഉലുവേരെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വരണം, ഹൈലൈറ്റായിട്ട് അതിൻ്റെ മണമാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് കായം ഇടേണ്ട കാര്യമില്ല. പിന്നെ ഉലുവയ്ക്ക് കുറേ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അത് ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഹാർട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും, ഡൈജഷൻ നല്ലതാണ്. പിന്നെ ബെല്ലി ഫാറ്റ് കുറയും, ഫൈബർ ഉണ്ട് ഇതിൽ. അപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ നല്ലതാണ്, നല്ല ഡൈജഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സാധനം അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസുകാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോട്ടിലിരിക്കാം. ബോട്ടിലാക്കിയിട്ട് മേലെ കുറച്ച് എണ്ണ നിൽക്കണ വിധത്തിൽ എണ്ണ അങ്ങനെ നിർത്തേണ്ട വരും. ഇതിൽ വെനിഗറൊന്നും ഒഴിക്കില്ല. നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. ഇതിൻ്റെ മൂടി നല്ല ടൈറ്റില്ലെങ്കിൽ അതിൻ്റെ മൂടി കൊണ്ട് മൂടിയതിന് ശേഷം നല്ല തുണി കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടൊക്കെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കേണ്ട വരും. ഇതൊരു 3-4 മാസം കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് പകർത്തിയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കേണ്ട വരും. അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് തന്നെ എന്നൊന്നും എടുക്കാൻ നിൽക്കണ്ട. കൈ അവിടെ ഇവിടെ അപ്പോൾ ഇതിൽ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഞാൻ എണ്ണ ചൂടാക്കിയതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുക. അത് നന്നായി ചൂടാക്കിയിട്ട് ചൂടാറിയതാണ്. മേലെ ഒരു ലെയർ ഇങ്ങനെ നിൽക്കണം, മൂടി നിൽക്കണം ആ മസാലകളൊക്കെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എണ്ണയില്ലാതെ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്താൽ മതി. എണ്ണ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഞാൻ നല്ല 250 ചൂടാക്കിയത്. അതിലിപ്പോൾ കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. ഇതിന് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ടൈറ്റായിട്ട് അടച്ചിട്ട് പിന്നെ ഇതിൻ്റെ മേലെ കൂടെ ഒരു തുണി കൊണ്ട് നന്നായി ടൈറ്റാക്കി വയ്ക്കുക. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഏതുകൊണ്ടെങ്കിലും ടൈറ്റായിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ മാങ്ങയുടെ സീസണെല്ലാം എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.